നമുക്കെല്ലാം അറിയാം, സർക്കാർ അതിൻ്റെ അവസാന മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളം സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഗവൺമെന്റിന് 5 വർഷം കിട്ടി. അതിനിടയിൽ ന്യൂനപക്ഷത്തെക്കുറിച്ചോ ഭൂരിപക്ഷത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതിൻ്റെ വ്യഗ്രതയിലാണ്. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാർ പക്ഷം ബഹുദൂരം പുറകോട്ട് പോയി. ജനവികാരം സർക്കാരിനെതിരാണ് എന്ന് നന്നായിട്ടറിയാം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ സർക്കാർ വിജയിച്ചിട്ടില്ല. അപ്പോൾ ഭരണകക്ഷിയുടെ സമ്മേളനം നടക്കുകയാണല്ലോ, CPIയുടെ. ആ സമ്മേളനത്തിലെ വിമർശനങ്ങൾ എന്താണ്? ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിക്കാൻ CPI നേതാക്കന്മാര് നിർബന്ധിതരായി എങ്കിൽ പോലും അണികൾ ഈ പോലീസ് എന്താണെന്ന് വ്യക്തമാക്കിയാണ്, ഭരണം പരാജയമാണെന്ന് അവർ തന്നെ വിലയിരുത്തുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് തട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ വിലപ്പോവില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കേരള നിയമസഭ ചേരുകയാണ്. ഞങ്ങൾ വിലക്കയറ്റം ഉന്നയിക്കും, പോലീസിന്റെ അക്രമം ഉന്നയിക്കും, കാർഷിക മേഖലയുടെ പ്രതിസന്ധി ഉന്നയിക്കും, ആരോഗ്യ മേഖലയുടെ തകർച്ച ഉന്നയിക്കും, വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ അരാജകത്വം ഞങ്ങൾ ചർച്ച ചെയ്യും, വന്യമൃഗശല്യം ഞങ്ങൾ ഇന്ന് സഭയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, തീരദേശ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ച ചെയ്യാൻ തയ്യാറാണോ ഗവൺമെന്റ്? ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണോ? അപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള വിഫല ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചേരിതിരിഞ്ഞുള്ള സമ്മേളനങ്ങൾ. അതെ, വളരെ വ്യക്തമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. പോലീസിന്റെ തൃശ്ശൂരിലെ സുജിത്തിനുണ്ടായ ദുരനുഭവമാണ്, കൊടിയ മർദ്ദനങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നു, നിങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുത്തു. അത് ജനങ്ങളുടെ മുൻപിൽ വരാതിരിക്കാൻ എത്രയോ കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവരാവകാശ പ്രകാരം അത് ലഭ്യമാക്കാൻ അവകാശമുണ്ടെങ്കിൽ പോലും, ബാധ്യതയുണ്ടെങ്കിൽ പോലും അത് കൊടുക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചു. അവസാനത്തെ പരിശ്രമം പരാജയപ്പെട്ടിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നത്. അതിനെ തുടർന്ന് ഒരുപാട് വെളിപ്പെടുത്തലുകളും പരാതികളും വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഞങ്ങൾ ആ വിഷയം ഉൾപ്പെടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ ഉത്തരം മുട്ടും. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോഴത്തെ ഈ തട്ടിക്കൂട്ട് സമ്മേളനങ്ങൾ. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആ സിറ്റീസില്ല. തീരുമാനിക്കാം. അദ്ദേഹം ആരോപണ വിധേയനാണോ എന്ന് എനിക്കറിയില്ല. ട്രെയിൻ യാത്രയിലായിരുന്നല്ലോ, നിങ്ങൾക്കറിയാം. ഒരു തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തങ്കച്ചന് ഒരു കേസുണ്ട്, തങ്കച്ചൻ നിരപരാധിയാണ്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, പോലീസിനൊരു മെസ്സേജ് വരികയാണ്. ഒരാളുടെ വീട്ടിൽ കാർ പോർച്ചിൽ 11 മണിക്ക് വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന്. ഒരു പ്രൂഡന്റ് പോലീസ്, ബുദ്ധിശക്തിയുള്ളൊരു പോലീസ്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ 11 മണിക്ക് എൻ്റെ വീട്ടിൽ വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ ചെയ്ത് അറിയിക്കുമ്പോൾ ആ വിവരം എങ്ങനെ കിട്ടി? ഹൗ യു ഗോട്ട് ഇറ്റ് ദാറ്റ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തൂലേ? ഈ പരാതിക്കാരൻ ആരാ? ഈ ഫോൺ ചെയ്യുന്ന ആളാ. അവരെ ആദ്യം പിടിക്കണം. പോലീസിന് 2 ഫോൺ കോൾ പോയി എന്ന് പറഞ്ഞു. ഒരു പ്രൂഡന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും ഒരാളുടെ വീട്ടിൽ, കാറിലല്ല, വീടിന്റെ ഉള്ളിലല്ല, ഏതെങ്കിലും മുറിയിലല്ല, അലമാരയിലല്ല, ഫ്രിഡ്ജിലല്ല മദ്യം വെച്ചു എന്ന് പറഞ്ഞത്, കാറിന്റെ പോർച്ചിൽ. എന്നിട്ട് ആളെ അറസ്റ്റ് ചെയ്ത് 17 ദിവസം ജയിലിൽ കടത്തിയത് തെറ്റാണ്. അതിൽ ആരുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം പോലീസിനാണ്. പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണെങ്കിലും
അവരെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണം, നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും. അതാണ് പറയാനുള്ളത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സംശയങ്ങൾ വേണമെങ്കിൽ പറയാം. പ്രതികളിലേക്ക് എത്തേണ്ടത് ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ വ്യക്തമാക്കട്ടെ ആരൊക്കെയാണ് പ്രതികൾ.